സമ്മാനങ്ങൾ ഏത് കൊടുത്താലും അതിന് വിലയില്ല എന്നാണ്. സമ്മാനാണ് അതിന്റെ വലുത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വലിയ എന്തോ ഐഫോൺ എന്താണ് തോന്നുന്നുണ്ട്. ഈ പെട്ടിന്റെ ഈ കോല കുണി കണ്ടിട്ട് എപ്പോഴും അങ്ങനെ സന്തോഷിക്കും. തുറന്നു കഴിഞ്ഞാല് വളരെ ക്ഷീണാണ്. ഏതായാലും നോക്കുക. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ അൽഹംദുലില്ലാഹ് ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് അല്ലേ? എന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ? പൊന്നു മക്കളെ, ഞാൻ ഇവളെന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അപ്പൊ അത് നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു കുഞ്ഞു കേക്ക് ആ സന്തോഷത്തില് മുറിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. മുത്തുതാ, കുട്ടിമോനിതാ, നമ്മുടെ മോനും മാത്രല്ല, അതിന് ഭയങ്കര വിഷമുണ്ട്, ടെൻഷൻ ഉണ്ട്. അപ്പൊ ഏതായാലും ഇതുവരെ അൽഹംദുലില്ലാഹ് 20 വർഷമായി ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ട് അല്ലേ? അപ്പൊ അതിന്റെ സന്തോഷം എങ്ങനെയാ പോണേ? ദുർഘടമായ യാത്രകൾ ഉണ്ടായിരുന്നു, നല്ല ഈസിയായ യാത്രകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സത്യം എനിക്ക് രാവിലെ ഓർമ്മയില്ല. ആ, ഇത് കുറെ ദിവസം മുമ്പ് ഓർമ്മ ഉണ്ട്. ഞാനേ ആ പോസ്റ്റ് ഉണ്ടാക്കിട്ടാ, അത് സ്റ്റാറ്റസ് അതിന് ഓർമ്മയില്ല. എന്താ അവസ്ഥ? അതായത് നമ്മള് പൊതുവെ അതിന്റെ കാര്യം എന്താ വെച്ച് പറഞ്ഞാല്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര ഭയാനകരമായ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഓർക്കുമോ? ഓർക്കാൻ താല്പര്യം ഉണ്ടാവില്ല. തമാശ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നല്ല ഹൈറാണ്. അതുകൊണ്ട് നല്ല മാണിക്കല്ലാളെ കിട്ടിയതുകൊണ്ട് നല്ല അടിപൊളി നല്ല കുട്ടികളെ കിട്ടിയില്ലേ? അതെ. അപ്പൊ ഏതായാലും പിന്നെ വേറെന്താ പറയണത്? അപ്പൊ ഒരു കുഞ്ഞു കേക്ക് മുറിച്ച് ലളിതമായ ഒരു ആഘോഷം. ഞാൻ പറഞ്ഞ കേക്കിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഇവർക്ക് കേക്ക് അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞേ കേക്കിന്റെ ആവശ്യമില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പകരം. ഞാൻ ആദ്യം ആലോചിച്ചു മാളിന് കൂടുതൽ പായസം ഇഷ്ടമാണ്, എന്നാൽ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല. ഞാൻ പായസം വെച്ചിട്ട് അപ്പൊ ഏതായാലും കുട്ടികളെ കൂടി നമ്മൾ നോക്കണല്ലോ. വേറൊരു സംഭവം അറിയോ? ഇപ്പൊ കുറച്ച് എനിക്ക് പുറത്ത് പോകാനൊന്നും പറ്റണില്ല. എന്താ അറിയോ, ഈ അടിക്കാനും ഡ്രസ്സിന്റെ ഓരോ സാധനങ്ങൾ പറഞ്ഞ ഐഡിയ പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ലേ. ഒരു സാധനം വാങ്ങാൻ പോയി, ഈ സാധനം പറ്റൂല, എന്തിന് എനിക്കെന്താ വേണ്ടി ഞാൻ കൊടുത്തില്ലേ, ഇന്നോട് പറഞ്ഞാ പരിചയത്തിനാ പോണേ. ഒരു വൈകിന്റെ അവിടെ പുറത്തേക്ക് ഇറങ്ങാനില്ല. അത് കാര്യമില്ലാതെ പൈസ കേട്ടെടുത്തല്ല, എല്ലാമൊന്നുമില്ല. ഇവിടെ പോയാൽ വെറുതെ പോകില്ല. 500 കിട്ടിയ 1000 എങ്ങനെ ചെലവാകണമെന്ന് ആലോചിക്കും. അല്ലേ? ഇത് വീഡിയോ കട്ട് ചെയ്തിട്ടാ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങി കൊടുക്കുക, അതിന് ആവശ്യമില്ല. നമ്മളെ പെരിക്ക് എന്തെല്ലാം അത്യാവശ്യം അല്ലാതെ ഒരു മുതലുണ്ടല്ലോ അനാവശ്യം ഞാൻ ചെലവാക്കില്ല. ഇപ്പൊ ഉദ്ദേശം അത് തന്നെയാണ്. ഒന്നുകിൽ ബാത്റൂം വേഗം പ്രശ്നമാകും, അതിപ്പോ 2 പ്രശ്നം ഇവിടെ ഉണ്ടാവും. ചോട്ടിയാ നമുക്ക് തുറന്ന പൊള്ളി അല്ലാതെ ഒരു സാധനം അനാവശ്യമില്ല. പാത്രമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിക്കും. ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന വാരം മോണം 3 അതെ, നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങലില്ല, മൊത്തം ഇവളാണ് വാങ്ങല്. പക്ഷെ എനിക്ക് ചില നേരം തോന്നും ഇതിന് വേണ്ട ഒപ്പിച്ചൂടെ, അത് വേണ്ടിയതാ. നാളെ നോമ്പിന് ഞാൻ എപ്പോഴും പറയും ഇതിന്റെ എന്താണ് ആ ചട്ടിയില്ലേ, എന്താണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള അത് ഞാൻ എന്നും പറഞ്ഞേ. പക്ഷെ അത് അന്ന് വാങ്ങി നിന്നെ കൊറേ ചീത്ത പറയണം, എന്തിനാണ് മാള് വാങ്ങണേ. പക്ഷെ അത് ആവശ്യമില്ല വീട്ടിക്ക്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആ ചട്ടി എന്ത് ഉപകാരമുണ്ട്, ഭയങ്കര ഉപകാരമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനം അവന് അത് കൊടുക്കും. അപ്പൊ ഏതായാലും അല്ലേ, ഈ തോണി തുഴയാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ഇങ്ങനെയാണ് തോഴേ, ഞാൻ ചെയ്യണൊക്കെ മുടക്കും. അപ്പൊ ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അല്ലേ, പിണക്കും ഇണക്കും എല്ലാം 20 വർഷം അൽഹംദുലില്ലാഹ് അല്ലാഹു എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരുപാട് കാലം നല്ല സന്തോഷമായി രോഗങ്ങളും ഗുണങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തിച്ചേരാൻ നിങ്ങളെല്ലാം ദുആ ചെയ്യണം അല്ലേ? പ്രാർത്ഥിക്കണം. ഞങ്ങളെ മക്കളിടയില് നമ്മളെ മക്കളത് എല്ലാം കാണാനോ ആസ്വദിക്കാനുള്ള ആരോഗ്യ ആയുസ്സിനും തരാനോ മക്കൾക്കും ആയുസ് തരാനോ അല്ലേ? ഫോൺ അവിടെ
എന്തിനാ അവിടെ അടിച്ചിന്നാ നല്ലൊരു സംഭവം നോക്കണ്ടേ. മോട്ടി വന്ന് മോട്ടിന് പോയി വിളിച്ചോണ്ടു ചെല്ലേ ചെല്ലു മോട്ടിനെ വിളിച്ചോണ്ടു ഉമ്മ വിളിച്ചില്ലേ നാളെ നിന്ന് വിളിച്ചു മോട്ടിനെ ഉമ്മ വിളിച്ചില്ലേ ഉമ്മ വിളിച്ചില്ലേ. അപ്പൊ കാര്യമായിട്ട് ഞാനൊന്നും ഓർക്ക് വാങ്ങിയിട്ടില്ല, വാങ്ങി കൊടുത്തിട്ടില്ല. ഇത് ബാഗോ കൂടി കണ്ട വലിയ സംഭവം ഒന്നുമില്ല, വെറും നിസ്സാര സംഭവമാണ്. അവൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ല, ഈ പെട്ടി നോക്കണ്ട, അത് പെട്ടി നോക്കണ്ട. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് കൂടുതലൊന്നും. ഓക്കെ, ഇനി നല്ല നല്ല ഐറ്റംസ് എല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത വെഡിങ് ആനിവേഴ്സറി വാങ്ങാൻ അല്ലാഹു ആവുന്നത് തരട്ടെ. ആമീൻ. ഒന്നും വേണ്ട. ഓക്കെ, എന്നാ കിട്ടിയ മാമ ചെയ്യട്ടാ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ പെട്ടിന്റെ ഈ കോലപ്പണി കണ്ടിട്ട് എപ്പോഴും അങ്ങനെ സന്തോഷിക്കും. തുറന്നു കഴിഞ്ഞാല് വളരെ ക്ഷീണാണ്, ഏതായാലും നോക്കുക. ഇത് 2 രൂപ ഈ വർത്താനം കഴിഞ്ഞ് ഇതൊന്നും ഇപ്പൊ ചെയ്യല്ലേ ഇവര് ചിന്തിക്കണം ഈ വർത്താനം കഴിഞ്ഞ് ഇത് മുറിച്ചത്. അത് മോൻ പറഞ്ഞ അൺബോക്സിങ് കേക്ക് മുറിക്കാനും മോൾട്ടിനെയും കൂടി വിളിക്കാൻ പോയതാണ് പൊന്നു. ഇപ്പൊ വരും. അപ്പൊ ഇത് പൊളിച്ചു നോക്കി എന്നെ അടിക്കോ. എനിക്ക് 2 എണ്ണം വരെ അടിക്കോ. കാരണം ഇതിനാണോ ഇത്രയും സർപ്രൈസ് ഒന്നും ഞങ്ങളെ കൂടി ബുദ്ധിമുട്ടിച്ചെന്ന് ചോദിക്കും. അപ്പൊ ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ സ്വീകരിക്കും. ഒരു മാക്സി അപ്പൊ ചിലപ്പോ മാക്സി ആണെങ്കിലോ ആയിക്കോട്ടെ, അതൊന്നുമില്ല. എനിക്ക് മാക്സി എത്ര തേച്ചാലും തേച്ച സാധനമാണ് മാക്സി. അത് കിട്ടിയില്ല, അൽഹംദുലില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ നമ്മൾ വീട്ടിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ദിസാണ്. കല്യാണത്തിനോ ഞങ്ങൾ കല്യാണത്തിന് വന്നിട്ട് ഞാൻ നാത്ത കളറാണ്. അപ്പൊ ഏതായാലും ഈ കുഞ്ഞു സമ്മാനം വളരെ ചെറിയൊരു സമ്മാനം. ഇപ്പത്തെ സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട് അതേ പറ്റിയുള്ളൂ. അപ്പൊ ഇതിക്ക് ഒരു ഷോളോ ഈ കളർ എന്റെ അടുത്തില്ലല്ലോ. ഈ കളർ എന്റെ അടുത്തുണ്ടാ നല്ല സ്റ്റൈൽ. ബാവ വാങ്ങണ്ടെങ്കിൽ ബാവ എന്റെ ആലോചിച്ചിട്ട് വാങ്ങണം. എനിക്ക് ഇത് ഇല്ലാത്ത കളറില്ല, അങ്ങനെ ഉള്ള കളർ മേലെ കൊടുത്തരൂല. സംഗതി 3 പീസ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇതിനെ മേലർച്ച കിട്ടാണ്ട്. പക്ഷെ അത് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യൽ ഇങ്ങനെ മാക്സി ആണ് വീട്ടില് കൂടുതൽ യൂസ് ചെയ്ത് മാക്സി ആക്കി. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലുമൊക്കെ സമ്മാനം നമുക്ക് വാങ്ങണം. അടിപൊളിയല്ല, ആ മോൾട്ടിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളിയാണ്. വെൽക്കം. അത്രേ ഉള്ളൂ അല്ലേ? അപ്പിച്ചല്ലേ ഒന്നും പുറത്തു പോകാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവുക. എന്തൊരു കഷ്ടം. ഏത് എനിക്കൊരു സംഭവം അറിയാന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു സംഭവം ഉണ്ട് പറഞ്ഞേ. ഇത് കേട്ടിട്ടില്ല. അതാണല്ലേ. പിന്നെ ഒരു മിനിറ്റ്, ഇത് കണങ്ങോണ്ട് എന്റെ കൈ കടയുന്നു. അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട്. സംഭവം ചിലപ്പം ഇതിനുള്ളിലുള്ള സമ്മാനത്തിൽ ഇപ്പൊ എന്റെ സമ്മാനം വില മതിക്കൂല, കാരണം എന്റെ അതിന് ചെറുതായിരിക്കും. എങ്കിലും കൂടിയിട്ട് സമ്മാനങ്ങൾ ഏത് കൊടുത്താലും അതിന് വിലയില്ല എന്നാണ്. സമ്മാനാണ് അതിന്റെ വലുത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വലിയ എന്തോ ഐഫോൺ എന്താണ് തോന്നുന്നുണ്ട്. പഠിച്ചാണോ വാച്ചാണ് കേട്ടോ, നോക്കട്ടെ. ഇതിലെന്താ വീണ്ടും നമ്മള് ചെറിയ ചെറിയ പെട്ടി ആവാൻ പോണത് കിട്ടാ. അതെന്തോ കാര്യങ്ങളുണ്ട്. ഇത് കണ്ട ഒരു പെട്ടി ഉള്ളത് വേറെ പെട്ടി, ഇനി ഇതിന്റെ ഉള്ളിൽ വേറെ പെട്ടി ഉണ്ടെന്ന് അറിയാൻ നമ്മൾ നോക്കാം. ഇതിൽ ഇന്നും പെട്ടിണ്ട്. അപ്പൊ കുഞ്ഞു മക്കളെ ഒരു വാച്ചാണ്, റോളക്സിന്റെ ഒരു വാച്ചാണ്.
മാഷാ അല്ലാഹ് എനിക്ക് അവിടെ നിന്ന് വാങ്ങണതിന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നില് ഓക്ക് പരമാവധി ആണ് വാങ്ങി കൊടുക്കണം എനിക്ക് ആഗ്രഹം. എനിക്ക് വാച്ചൊക്കെ അടിപൊളിയാണ്, വാച്ചൊന്നും പറയാനില്ല, ഇഷ്ടമായിരിക്കും. എന്താ അറിയോ, ഈ ചെറിയനാക്കും കഴിഞ്ഞ ചെറിയനാക്ക് ആ പൊട്ടി പട്ട ഭവന വാച്ച് പട്ട പൊട്ടിക്കണേ. മുമ്പ് വെട്ടിങ്ങനെ ഞാൻ കൊടുത്തൊരു വാച്ച് ഉണ്ടായിരുന്നു. അലയങ്ക ഗൾഫിൽ നിന്ന് കൊടുത്തൊരു വാച്ച് ഉണ്ടായിരുന്നു. അതിന്റെ പട്ട പൊട്ടി ഒരു പട്ട കിടന്ന ആദ്യം, പിന്നെ അലയങ്ക കൊടുത്തതിന്റെ പട്ട കിടന്ന കോട്ടകളങ്ങാടി മുഴുവൻ തെരഞ്ഞു നടന്നിട്ട് നന്നാക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ നോട്ട് ചെയ്ത് അപ്പൊ ഏതായാലും അല്ല എനിക്ക് ഏതായാലും എനിക്ക് ഇവിടെ ഒരു സമ്മാനം വാങ്ങി എനിക്ക് ചെറിയ ഒരു വിഷമമുണ്ട്. ആൾക്ക് എന്താ ഇപ്പൊ ആവശ്യമുള്ള എന്താ കഴിയണതാണെങ്കിൽ കഴിയാത്ത പറ്റൂല. അപ്പൊ എന്റെ അടുത്തുള്ള കുഞ്ഞു പൈസ ആയിട്ടാണ് പരമാവധി അങ്ങനെ വാങ്ങി കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹങ്ങളൊക്കെ. അപ്പൊ ഏതായാലും ചെറിയ കുട്ടിക്ക് തലക്കണേക്കാണ്. അപ്പൊ ഏതായാലും ഒരു കുഞ്ഞു വലിയൊരു സമ്മാനം വാങ്ങി തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഇവിടെ പോയാലും ഭയങ്കര ഇഷ്ടമുള്ള വാച്ച്, പക്ഷെ വാച്ച് കെട്ടാൻ അവർക്കൊരു വാച്ച് പോലും ഇല്ലാന്ന് പറയുന്നത്. അല്ല അങ്ങനൊന്നും പറയില്ല, വാങ്ങാം. പക്ഷെ ഒരു വാച്ച് നമ്മളെല്ലാം വാങ്ങാം, പക്ഷെ അത് വേണ്ട. അതെന്താ വെച്ചാൽ ഓർക്കുള്ള പോലെ ചെലവാക്കൂലല്ലോ. ഞമ്മക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിത്തരും, ഓൽക്കുള്ള പോലെ ചെലവാക്കൂല. ഒരു നല്ല ചെരുപ്പ് വാങ്ങൂല, നല്ല വാച്ച് വാങ്ങൂല, നല്ല ഡ്രസ്സ് പോലും ഓൽക്കുള്ള വെച്ച് പോലും എടുക്കൂല. ഉണ്ട് ശരി, പക്ഷെ അത് പറഞ്ഞ് മടുക്കണം എന്നാലേ എടുക്കുള്ളൂ. ഇത് സുഹൃത്തിന്റെ ആണ്. അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവന് നല്ല നല്ല ഡ്രസ്സുകൾ കൊണ്ടുണ്ട്. അവര് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരാണ്. എന്റെ പഴയ ഒരു മുതലാളിയാണ്. ഞാൻ അവരെ വീട്ടിൽ 8-10 വർഷം അവരെ വണ്ടിയിലൊക്കെ ജോലി ചെയ്തതാണ്. അല്ലേ, നമ്മുടെ ചോലയിൽ മുഹമ്മദ് കുട്ടി, പേരായിട്ട് പറയാൻ. അപ്പൊ മക്കളെ ഏതായാലും ഞങ്ങൾ കുഞ്ഞു സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല രീതിയിൽ അടിയും പിടിയൊന്നും കൂടാതെ എനിക്ക് വല്ലാതെ കൊള്ളാൻ വയ്യ. ചിരിച്ച് കഴിച്ചാൽ നമുക്ക് എന്നും ജീവിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സ്വഭാവം ഭാവാന്റെ അടുത്ത് ഉണ്ടാവുന്നല്ലേട്ടാ. നമ്മളെ 2 മക്കളല്ലേ, എന്റെ അടുത്ത് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ കാട്ടും. അതേപോലെ പൊട്ടത്തരങ്ങൾ കൊണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടാവല്ലേ. അല്ലാതെ ഇപ്പൊ വലിയ പ്രശ്നം നമുക്കൊന്നുമില്ലല്ലോ. നമ്മള് 10-40 വയസ്സായി തുടങ്ങി വകതിരി വെച്ച ആൾക്കാരാണ്. ഇനിയും നമ്മള് പ്രശ്നത്തിൽ ജീവിക്കുന്ന നമ്മളിപ്പോ എന്താലേ ഇത് നീട്ടിക്കൊണ്ടാൽ ഇവിടെ വേറെ നടക്കും. ഇവര് ഇതും നോക്കി കേക്ക് വരെ കട്ട് ചെയ്യും. കൊറേ നേരായി തുടങ്ങി മുറിച്ചിടോന്ന് പറയും. ഇല്ലേ, അപ്പൊ ഏതായാലും ഉമ്മാനെ വിളിച്ചിട്ടില്ല. കാരണം ഉമ്മ മരുവിന്റെ സമയമാകുമ്പോ ഓരോ കാര്യം ഓതാനൊക്കെ നിക്കണ്. നേരത്തെ ആളിനെ വിളിച്ചാലും ഉമ്മനെ വിളിച്ചാ അപ്പൊ മുറിക്കാൻ നോക്കാം. മുറിക്കല്ല ആയില്ല. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോണേ. കട്ട് ചെയ്യുന്ന ഈ പിന്നെ വെഡിങ് എന്താ പറയണ്ടേ? അപകടത്തിൽ ഹാപ്പി ബർത്ത്ഡേ പറയില്ല, അതേപോലെ പറയാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ കട്ട് ചെയ്യാൻ പോണ മക്കളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാപ്പി ബർത്ത്ഡേ അല്ല, കിട്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ പണി ഒന്നിപ്പോട്ടെ. കിട്ടിയില്ല, ഇതാണ്. അപ്പൊ ഏതായാലും കേക്ക് മുറിച്ചു. അൽഹംദുലില്ലാ. എന്റെ ഒരു സന്തോഷത്തിന് വേണം. ആൾക്കാരാണ് ചിരിച്ചത്. അപ്പോ
രണ്ട് മറ്റേ ടോമാറ്റോയുടെ അത് തുടച്ചിങ്ങനെ. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിച്ച് ഇനി ഇവിടെ ക്ഷമ പരീക്ഷിക്കരുത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് വേറെ എന്തെങ്കിലും ഇവരോട് പറയാനല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയാനുള്ളത് മണോ? എന്താ പറയണേ, പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഒരുപാട് സന്തോഷം. 20 വർഷം അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ. ഒരുപാട് അടിയും പിടിയും കച്ചറയും അതും ഇതും സന്തോഷവും ദുഃഖവും എല്ലാം കൂടി കഴിഞ്ഞു കൂടിയുണ്ട് അല്ലേ? അടിപിടി കൂടിയിട്ടൊക്കെ എല്ലാം ഇല്ല, വഴക്ക് കൂടിയിട്ടുള്ളൂ. നടക്കുവോ? കാരണം ഞാൻ എങ്ങനെ ഉണ്ടോ ഞാൻ ഇവിടെ മുമ്പ് പോയും അല്ലേ? ഇന്നത്തെ കാലാണ്. കാരണം ചുറ്റി കഴിക്കും, അതുപോലെ മറ്റുള്ള സാധനം കഴിച്ചിട്ടുള്ളത് പ്രശ്നം ഉണ്ടായാല് ബാബ വണ്ടി പോകുമ്പോ ഞാൻ തിരിച്ചു അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അങ്ങനെ വിട്ടാ പറ്റില്ല, അങ്ങനെ പറയട്ടാ. തിരിച്ചു ഒക്കെ മറന്നിട്ടുണ്ടാവും ഞാന്. ഞാൻ ചോദിക്കും മോളോ ചായ ചോദിച്ചു. അതൊന്നും ചോദിച്ചൂല. ചോദിച്ചു കുത്തുവോ മുഖം കണ്ടിട്ടുണ്ടാവില്ല. ജീവിതം അങ്ങനെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അതെ. അപ്പൊ ഇത് തീർച്ചയായിട്ടും പുറത്തു പോയില്ല. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കമന്റിലൂടെ അറിയിക്കാം. അടി ഇങ്ങനെ ഈ വലിയ കുട്ടികളെപ്പോഴും ചെറുതാണേക്കാരല്ലോ. ഓടേണ് കേട്ടോ. അപ്പൊ വലിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് കൊഞ്ചൽ കൂടുതലാണേക്കാരോ, ചെറിയ കുട്ടികളേക്കാരോ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് വിടി. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പൊ നാളെ പുത്തൻ ഒരു വീഡിയോയുമായി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും ആവതും ആരോഗ്യം അല്ലാഹു തരട്ടെ. അതെ, എല്ലാവർക്കും ബൈ ബൈ. അല്ല കുഞ്ഞാ, അപ്പൊ ഏതായാലും രണ്ടുപേര് സമ്മാനം കറക്റ്റായി നിങ്ങളെ കാണിക്കുന്നത് ഈ വാച്ചാണ്, റോളക്സ് വാച്ച്. കാണില്ലേ? അപ്പൊ നല്ല റേറ്റ് ഒക്കെ കൊടുത്താണ് നമ്മൾ വാങ്ങിക്കണത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ റേറ്റ് തന്നെയാണ്. 1600 1200 രൂപ കൊടുത്ത ആൾ വാങ്ങി. ഞാൻ പറഞ്ഞ 1500 ഒരു വാങ്ങിയാൽ പോരെ. ഏതായാലും വാച്ചല്ലേ, അതൊക്കെ പോരെ. ആ അപ്പൊ ഇവിടെ ഡ്രസ്സ് കണ്ടില്ലേ? ഇതാണ് ഞാൻ വാങ്ങിയത്. നൈറ്റി എന്ന് പറയും, ഇവിടെ മാക്സി എന്ന് പറയും. അതാണ് ഒരു മാക്സി. അതിനുള്ള ഷോള് എങ്ങനെയുണ്ട്? മാക്സി എങ്ങനെയുണ്ട് ഇത് പൊന്നു മാറിക്കടാ. മാക്സി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുകൊണ്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയ ആരും പിന്നെ സെലക്ഷൻ ഒന്നുമല്ല, എന്റെ സെലക്ഷനാ. അപ്പൊ ഇതും എന്റെ സെലക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അത്രയല്ലോ. ഓക്കെ.